മൂന്നാറാണ് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. മൂന്നാറിലായിരുന്നു എൻ്റെ ജനനം. മൂന്നാറിൽ ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മൂന്നാറിലുണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫറായി. മൂന്നാറിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസാണ്. മൂന്നാറിലാണ് എന്നിലെ കുട്ടി ഏറ്റവും അധികം എൻജോയ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അനുജത്തി എനിക്ക് 8.5 വയസ്സായ ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ 8.5 വയസ്സ് വരെ ഞാൻ വീട്ടിലെ ഏറ്റവും രാജകുമാരിയായിരുന്നു. എന്നെ അച്ഛനെ ഏറ്റവും അവസാനം തോളത്തിട്ടത് എനിക്കൊരു 7.5-8 വയസ്സുള്ളപ്പോഴായിരിക്കും. കാരണം അച്ഛനിങ്ങനെ നിനക്കൊരു അനിയത്തി വാവേ ഉണ്ടാവാൻ പോകുന്നെന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ആ ഒരു വിശേഷം എന്നോട് പറഞ്ഞ് അച്ഛൻ്റെ തോളത്ത് മീൻസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 2 കാലൊക്കെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഓർക്കപ്പുറത്ത് കയറ്റത്തില്ല, അതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു. അതാണ് എൻ്റെ അച്ഛൻ എന്നെ ഏറ്റവും ലാസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 8.5 വയസ്സ് തൊട്ട് പിന്നെ നമ്മൾ വലിയ കുട്ടിയായി കേട്ടോ. അപ്പം കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഈ പാവയെ കൊണ്ട് കളിച്ചതും മണ്ണിലിരുന്ന് കളിച്ചതും പിന്നെ എനിക്ക് തന്നെ കളിക്കാനായിട്ട് ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മൂന്നാറിലെ ക്വാർട്ടേഴ്സിൽ ടാറ്റ ടീയിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തത്. അപ്പം ആ ക്വാർട്ടേഴ്സിൽ നമുക്ക് സൈഡിലൊക്കെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ഗാർഡനും അല്ലാത്ത ഗാർഡനും ഫ്ലവർ പിന്നെ എന്താ പറയുക വാഴത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ആനയൊക്കെ വരും. ഒരു നിത്യസംഭവമായിരുന്നു. ആന രാത്രി കയറി വരിക, മുറ്റത്ത് വാഴയെല്ലാം ചവിട്ടി മേയിച്ചിട്ട് അതിൻ്റെ വാഴപ്പിണ്ടിയൊക്കെ കഴിക്കുക. അന്നേരം ഞാനിങ്ങനെ നിർബന്ധം പിടിക്കും എനിക്ക് ആനയെ കാണണമെന്ന് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവർ ബിസ്ക്കറ്റിൻ്റെ പാട്ടയൊക്കെ തട്ടി ഓടിക്കാൻ നോക്കുമ്പോഴായിരിക്കും ഈ 3 വയസ്സൊക്കെ ഉള്ള ഞാൻ പറയുന്നത് എനിക്ക് ആനയെ കാണണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല മെമ്മറീസ് ഉണ്ട്. എൻ്റെ അടുത്തുള്ള എൻ്റെ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ എന്നെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എൻ്റെ മമ്മിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ എപ്പോഴും കരഞ്ഞും വിളിച്ചും വാശി പിടിച്ചൊക്കെ ഇരിക്കുന്ന എന്നെ കൊണ്ടിട്ട് പണിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ അടുത്തുള്ള ചേച്ചിമാരെ എന്നെ എടുത്തുകൊണ്ട് പോയി മമ്മിയെ സഹായിക്കുമായിരുന്നു. അവർക്ക് ഇപ്രാവശ്യം മൂന്നാർ പോയപ്പോൾ ഞാൻ അവരെയൊക്കെ പോയി കണ്ടു. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പുണ്യനെ കണ്ടു. പുണ്യൻ്റെ ഫാമിലി അടുത്ത് പോയി. ഏറ്റവും രസമെന്ന് വെച്ചാൽ പുണ്യൻ്റെ ഫാമിലിയിൽ പുണ്യൻ്റെ അച്ഛനാണെന്ന് ഓർത്തിട്ട് പുണ്യൻ്റെ കാലിലേക്ക് വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. കാരണം പുണ്യൻ്റെ തലമുടി നരച്ച ശേഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പുണ്യൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് പുണ്യനിരിക്കുന്നത്. പിന്നെ എന്നെ എടുത്തുകൊണ്ട് നടന്നൊരു പെപ്പി ചേച്ചി, വീട്ടിൽ പെപ്പി എന്ന് വിളിക്കുന്ന ആ ചേച്ചീനെയൊക്കെ കണ്ടു. ചേച്ചിക്ക് എന്നെ കണ്ടിട്ട് ഒത്തിരി സന്തോഷമായി, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട്. ഇങ്ങനെ നല്ല ഞാൻ ചൊക്കനാട് എസ്റ്റേറ്റിലാണ് താമസിച്ചത്. അപ്പോൾ ഞാൻ മൂന്നാറിലപ്പോൾ പോകുമ്പോഴും എൻ്റെ കുറച്ച് സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി അവരെ കാണും. എൻ്റെ അങ്കിളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചൊക്കനാട് എസ്റ്റേറ്റിൽ പോകും. പിന്നെ കൂടുതൽ ഞാൻ റിസോർട്ടിൽ സമയം ചിലവഴിക്കും. കാരണം വെച്ചാൽ റിസോർട്ട് ഞാൻ എടുത്തത് ആർണിക്ക റിസോർട്ടിലാണ്. അപ്പോൾ ആർണിക്ക റിസോർട്ടിൽ എനിക്ക് നല്ല വ്യൂ ഉള്ള ഒരു റിസോർട്ടായിരുന്നു. എനിക്ക് അവിടെ ഇരുന്നാൽ തന്നെ ആറ്റുകാട് വാട്ടർഫോൾസും മൗണ്ടൻസും നല്ല ഇതായിട്ട് സൺറൈസും അങ്ങനെ എല്ലാ സീനിക് ബ്യൂട്ടിയും പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കണ്ട് എനിക്ക് റിസോർട്ടിൽ തന്നെ ഇരുന്നാൽ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു പിക്നിക് മൂഡായിരുന്നു. ഫുഡാണെങ്കിൽ എക്സലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ല ഓർമ്മകളാണ് മൂന്നാറിൽ പോയിട്ട്. ഇനിയും മൂന്നാറിൽ ഇപ്പോൾ വീണ്ടും എത്ര പ്രാവശ്യം പോയാലും എനിക്ക് മതിയാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു ഏഞ്ചൽ, ഒരു മാലാഖയെ പോലെയോ ഒരു രാജകുമാരിയെ പോലെയോ അല്ലെങ്കിൽ ഭയങ്കര എന്നെ പാമ്പർ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് 8-8.5 വയസ്സ് വരെ. അപ്പോൾ എനിക്കതുകൊണ്ടിട്ട് തന്നെ ആ ഒരു മൂന്നാറെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും എന്താ പറയുക സന്തോഷിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ മൂന്നാറിൽ കുറേ വീഡിയോ ഞാൻ ഒത്തിരി വീഡിയോ എടുത്തായിരുന്നു. ഒത്തിരി പോയിൻറ്റ്സിലൊന്നും പോയില്ല. ആകെ ഇരവികുളം, പിന്നെ ഒരു മൂന്നാർ സ്പൈസസ്, പിന്നെ ചൊക്കനാട് എസ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെയാണ് പോയത്. അത് തന്നെ ഞാൻ 3 ദിവസം കൊണ്ട് ആക്ച്വലി കംപ്ലീറ്റ്ലി എന്താ പറയുക അതിലേക്ക് തന്നെ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം
എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ ഒരു ഡ്യൂട്ടിയുടെ വല്ലാത്ത തിരക്കിനിടയ്ക്കാണ് എന്നോട് പ്രോമിസ് ചെയ്തത് കൊണ്ട് മൂന്നാറിൽ കൊണ്ടുപോയത്. അപ്പോൾ അവരുടെ മീറ്റിങ്ങൊക്കെ ഹാഫ് ഡേ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു പരാതി ഉണ്ടായില്ല, കാരണം ഞാൻ ആർണിക റിസോർട്ടിലെ ചെയറിലിരുന്ന് സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്ന് നല്ലോണം റിലാക്സ് ചെയ്ത് അവിടുത്തെ ഫുഡൊക്കെ അടിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അടിപൊളിയായിരുന്നു. ഇങ്ങനെ പറ്റിയ നിങ്ങൾ ആരണ്യക റിസോർട്ടിൽ തന്നെ താമസിക്കണം, നിങ്ങളെല്ലാവരും പോയാലും മൂന്നാറിൽ കേട്ടോ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഞാൻ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ലേറ്റായി, കാരണം എനിക്ക് എന്തോ മെൻ്റൽ ബ്ലോക്ക് പോലെയൊക്കെ വന്നായിരുന്നു. മീൻസ് എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ യൂട്യൂബിലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു ബ്ലോക്ക് വന്നു. ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ട് ഞാനത് അയ്യോ, ചില സമയത്ത് ഇങ്ങനെ മലയാളം വാക്ക് പോലും കിട്ടത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, താങ്ക് യു.